അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഗലാട്ട പ്ലസ് യൂട്യൂബ് ചാനലിൽ ഭരദ്വാജ് രംഗൻ ലീഡ് ചെയ്യുന്ന ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. പേളി മാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് അഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് അതിന് പേളി മാണി കൊടുത്ത മറുപടി, അതിന്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളി മാണിക്ക് നെഗറ്റീവ് കമന്റ്സേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ. നിനക്ക് നാണമുണ്ടോ? ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ടിവിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോവായിരുന്നു. സത്യസന്ധത കൊടുത്താൽ നാട്ടിൽ കിട്ടുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ: പുച്ഛം, പരിതാപം, അടി. അത് പിന്നെ ഇഷ്ടം പോലെ കിട്ടും. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ശീലം പേളി മാണിക്ക് ഉണ്ട് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ഈ കമന്റ് ബോക്സിൽ ഓൺലി പോസിറ്റീവ് കമന്റ്സ് വെക്കാനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അവര് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവർ എങ്ങനെ മണത്തറിഞ്ഞു? കൗതുക ലേശം കൂടുതലാണ്. എത്ര വലിയ നന്മമാരാണെങ്കിലും എത്ര കിടിലം കണ്ടന്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും മില്യൺ വ്യൂസ് പോകുമ്പോൾ 1, 2, 3 നെഗറ്റീവ് വരാതിരിക്കും. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഈ പേളിയുടെ ഈ കൈൻഡ് ഓഫ് കണ്ടന്റ് മേക്കിംഗ് ഇഷ്ടമല്ലാത്തവർ ഇതിനകത്ത് കയറിയിട്ട് ഗലാട്ട പ്ലസിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ മലയാളികൾ കയറി അങ്ങോട്ട് പൊങ്കാലിടാൻ തുടങ്ങി. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്നാലും ഉണ്ണിയുടെ വീഡിയോക്ക് താഴെ പേളി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. അതിന് സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഉണ്ണി നിനക്ക് സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ. മറ്റൊരാളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, അതും ലേഡി ബോസ് ആയി ജീവിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും നീ വേദനിപ്പിച്ച് മുന്നോട്ട് പോകരുത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തായാലും നീ ശ്രദ്ധിക്കും. ഇത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദിയാകൃഷ്ണ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാണെങ്കിൽ അവൾ ഇതെങ്ങനെ എടുക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനുള്ള കാരണം നീ ഉണ്ടാക്കരുത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. കമന്റ് ചെയ്തതൊക്കെ ഓക്കെ, പക്ഷെ എന്തിനാണ് ഇതിലേക്ക് ദിയെ പേളിമാണി കൊണ്ടുവന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കൂടി കിട്ടാത്തത്. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞുകാലു പിടിക്കോ? ദിയക്കും നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ദിയയും വെച്ച് ഈ കാര്യം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടും ഉണ്ണിക്ക് നല്ല തെരുവിളിയും കിട്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. A few moments later. നിങ്ങൾ ഹേർട്ട് ആവേണ്ട കാര്യം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും ഹേർട്ട് ആവുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യാം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അതിനകത്ത് പറയണം എന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. If I am not hurting anybody in the video, like through the video, നമ്മൾ വെറുതെ കമന്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.